ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ 5 പ്രധാനപ്പെട്ട ശീലങ്ങളെക്കുറിച്ച്, രീതികളെക്കുറിച്ചാണ്. പലപ്പോഴും ഈ ധനികനാവുക എന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ധനികനാവാനുള്ള അല്ലെങ്കിൽ ധനികനാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 5 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവർ കോമൺ ആയിട്ട് ഒരുപാട് ആളുകളെ സർവേ ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവരെപ്പോഴും അസറ്റുകൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ അസറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് പൈസ തരുന്ന അസറ്റുകൾ. നമ്മൾ കുറേ ലാൻഡ് മേടിച്ചിട്ടു അത് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അസറ്റല്ല. ലാൻഡ് മേടിച്ചിട്ട് ആ ലാൻഡിൽ നിന്ന് സ്ഥിരമായി ആദായം കിട്ടുന്ന തരത്തിൽ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള അസറ്റുകൾ നിർമ്മിച്ചിടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം നമുക്ക് സ്ഥിരമായി കിടന്നുറങ്ങുമ്പോൾ പോലും ഇൻകം ഉണ്ടാക്കി തരുന്ന പ്രോപ്പർട്ടികൾ ഉണ്ടാക്കിയിടാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള അസറ്റുമാവാം. അത്തരത്തിലുള്ള അസറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൻഡ് സെറ്റ്. അല്ലെങ്കിൽ ഇത് പതുക്കെ ഇങ്ങനെ സേവ് ചെയ്ത് FDയിലിട്ട് അത് കുറേ കാലം നോക്കിയിരുന്ന്, അല്ലെങ്കിൽ ആ പൈസ മുഴുവൻ ഒരു സേഫിനകത്താക്കി വെച്ച് ഇടയ്ക്ക് ആ സേഫ് ഒന്ന് തുറന്നു നോക്കി ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചിരിക്കുന്നതല്ല സത്യം പറഞ്ഞാൽ റിച്ച് മൈൻഡ് സെറ്റ്. റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുക. ലേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണെന്ന് വിചാരിച്ചോളും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇനിയിപ്പോൾ എന്താ പഠിക്കാനുള്ളത് എന്ന് ധരിക്കുന്ന ആളുകളുണ്ടാവും. ആബ്സല്യൂട്ട്ലി റോങ്. കാരണം നമ്മളുടെ വേൾഡിൻ്റെ തന്നെ വെസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കുറേ കൂടി പ്രൊഫഷണലായാണ് ചെയ്യുന്നത്, നമ്മുടെ പോലെയല്ല. അതായത് നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് എവല്യൂഷനിലേക്ക് അവരെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഏതൊരു ഡൊമൈനിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ മേ ബി നമ്മളെക്കാൾ 5 or 10 കൊല്ലമൊക്കെ മുന്നിലാണ് പലപ്പോഴും യൂറോപ്പും അമേരിക്കയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വേൾഡിലെ മറ്റ് രാജ്യങ്ങളിൽ ഈ ഡൊമൈനിൽ എന്ത് സംഭവിക്കുന്നു? ടെക്നോളജിക്കലി എന്ത് അപ്ഡേഷൻ ഉണ്ടാകുന്നു? ഇത് അപ്ഡേറ്റ് ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്പീഡിൽ വലുതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകൾ എപ്പോഴും ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, പുതിയ ടെക്നോളജി സ്വായത്തമാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അപ്ഡേറ്റഡ് ആണ്, അവരെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്താ? പുതിയ ലേണിംഗ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എക്സൈറ്റ്മെൻറ്റ് വരുന്നു. അടുത്തത് നെറ്റ്വർക്ക് സ്ട്രാറ്റജിക്കലി എന്നുള്ളതാണ്. അതായത് അവർ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കും. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എനിക്ക് വളരണമെന്ന്. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും, അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കും, അവരുമായിട്ട് ശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പരിപാടികളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലും. അപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. അത്തരത്തിലുള്ളൊരു ബിഹേവിയറിലേക്ക് ഇവർ ഇറങ്ങിച്ചെല്ലുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അടുത്ത ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിശുക്ക് എന്നുള്ളതല്ല കേട്ടോ. അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അവർ ഏറ്റവും നല്ല രീതിയിലുള്ള വസ്ത്രവും ഏറ്റവും നല്ല ഭക്ഷണവും ഒക്കെ കഴിക്കുകയും അവരുടെ ലൈഫ് സ്റ്റൈൽ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോവുകയും എന്നാൽ അവർക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും എന്നാൽ ബാക്കിയുള്ള പൈസ കൃത്യമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യിക്കുകയും അത് ഗ്രോ ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റിസ്ക് കാൽക്കുലേറ്റഡ് ആയിട്ട് എടുക്കണം. ചിലപ്പം കുറച്ച് റിസ്കി ആയിട്ടുള്ള ഈ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൽ നമ്മൾ നിക്ഷേപിക്കാൻ തയ്യാറാവണം. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള FDയോ RDയോ ഒക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ കുറച്ച് അഗ്രസീവായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്കും കുറച്ച് ഭാഗമൊക്കെ ഷെയർസിലേക്കും കുറച്ച് ഭാഗമൊക്കെ കൈൻഡ് ഓഫ് ട്രേഡിങ്ങിലേക്കും കുറച്ച് ഭാഗമൊക്കെ വേണമെങ്കിൽ ക്രിപ്റ്റോയിലേക്കും ഒക്കെ മാറ്റി അത് കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ മാറ്റി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്ത പോയിന്റ്, അവർ എപ്പോഴും ഒരു ടാർഗറ്റ് വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ. ഒരു പ്ലാൻ ഉണ്ടാവും. അടുത്ത ഒരു വർഷം ഞാൻ എത്ര സമ്പാദിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാകും. ഈ പ്ലാൻ ഇല്ലാത്ത ആൾക്കാർക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ സമ്പാദിക്കുന്ന 50,000 രൂപയാണ് മാസം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ നമുക്കിതിനെ 1 ലക്ഷമാക്കാം, എങ്ങനെ 2 ലക്ഷമാക്കാം, അതായത് ഇപ്പോൾ ഉള്ള എൻ്റെ 4 ടൈംസിലേക്ക് എങ്ങനെ വലുതാക്കാം. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവസരങ്ങളും സാധ്യതകളും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത്. അതർവൈസ് നമ്മൾ ഈ 50,000 55,000 ആക്കുന്നതിനെക്കുറിച്ചോ 60,000 ആക്കുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുമ്പോഴാണ് അത് ചിലപ്പോൾ അനങ്ങാതെ 50,000 51,000 തന്നെ നിൽക്കുന്നത്. അപ്പം വലിയ സാധ്യതകൾ വലിയ ചിന്തകളിൽ നിന്ന് മാത്രമേ ഉരുത്തിരിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഇത്തരത്തിൽ ഇത് 5 ചെറിയ പ്രിൻസിപ്പിൾസ് ആണെന്ന് മാത്രം. ഇനിയും ഒരുപാട് ഹാബിറ്റുകളും രീതികളും റൂൾസും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ റൂൾസുമായിട്ട് കാണാം. തീർച്ചയായിട്ടും ആദ്യം വേണ്ടത് ഒരു റിച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ റിച്ച് ആകാനുള്ള സാധ്യതയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള സീരീസ് ഇനിയും തുടരും. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കമൻസോ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.